So, now we are going to discuss what are the principles of coordination. Coordination principles എന്തൊക്കെയായിരുന്നു? The first principle is principle of direct contact. That is Miss Follett, Mary Parker Follett എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡിയാണ്. She is an economist and she has believed that the coordination can be achieved more easily by direct interpersonal horizontal relationship and direct personal communication, which bring out agreements on methods, actions and ultimate achievement. അപ്പം മേരി പാക്കർ ഫോല്ലറ്റ് പറഞ്ഞത് കോർഡിനേഷൻ എന്ന കൺസെപ്റ്റ് നമുക്ക് ഒരു പേഴ്സണൽ കോണ്ടാക്റ്റിലൂടെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രം നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണെന്നാണ് മേരി പാക്കർ ഫോല്ലറ്റ് നമ്മളെ അറിയിച്ചത്. ആൻഡ് ദ പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓൾവേസ് റിമെയിൻ. എപ്പോഴും നമുക്കറിയാം എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും വിത്തിൻ ദ ഓർഗനൈസേഷൻ. പക്ഷേ അതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിലും അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണ്ടി വരും? ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടി വരും ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഒരു ഡയറക്റ്റ് കോൺടാക്റ്റ് എന്ന പ്രിൻസിപ്പൽ കോർഡിനേഷനിലും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മളുടെ മ്യൂച്വലായിട്ട് എന്തൊക്കെയാണ് അയാളുടെ തെറ്റെന്താണ്, എൻ്റെ തെറ്റെന്താണ്, അത് തിരിച്ചറിയാൻ പറ്റും if we are having a direct contact. So coordination requires a direct contact. So the principle of direct contact is the first principle to be followed in a coordination. Second one is the principle of early beginning. അതേപോലെ വേണ്ട നെക്സ്റ്റ് ഒരു പ്രിൻസിപ്പിളാണ് ഏർലി ബിഗിനിങ്ങിൻ്റെ. ദാറ്റ് ഈസ് കോർഡിനേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് മോർ റെഡ്ലി ഇൻ ദ ഏർലി സ്റ്റേജസ് ഓഫ് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്. ഇഫ് ദ പോളിസീസ് ആർ ഇൻ എക്സിക്യൂഷൻ സ്റ്റേജ് ദെൻ കോർഡിനേഷൻ മേ ബിക്കംസ് ഡിഫിക്കൽട്ട്. ഇപ്പം നമ്മളൊരു പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കോർഡിനേഷനും സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ കോർഡിനേഷൻ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ. അതല്ലാതെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ കോർഡിനേഷനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. സോ ഇനീഷ്യൽ സ്റ്റേജസ് ആയിട്ടുള്ള പ്ലാനിങ് ഓർഗനൈസിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ കോർഡിനേഷൻ കൺസെപ്റ്റും കൊണ്ടുവന്നിരിക്കണം. ആൻഡ് ഇഫ് ദ പ്ലാൻസ് ആർ എക്സിക്യൂട്ടഡ് വിതൗട്ട് പ്രോപ്പർ കോർഡിനേഷൻ ദ റിസൾട്ട് വിൽ ബി ഡിസാസ്ട്രസ്. റിസൾട്ട് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതോ ഒരു നല്ലതോ ആയിരിക്കില്ല. ഇവിടെ ഒരു കോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദ ഹെഡ് ഓഫ് ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വൈൽ ഹി ഹസ് പെർഫോമൻസ് പോളിസി മീറ്റ്സ് ആൻഡ് ഡിസ്കസ് with the other heads the question involved, a successful coordination is far more likely to be achieved. That is, you cannot with the greatest degree of success for the understanding make policy forming and policy adjusting two separate process. ഒരു പ്രൊഡക്ഷൻ മാനേജർ തന്നെ പുള്ളി ആദ്യമേ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എന്തൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് ആദ്യമേ തന്നെ അയാളൊരു കോർഡിനേഷനെ പറ്റി റിക്വസ്റ്റ് ചെയ്യും. എന്നാൽ മാത്രമേ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നൊരു കോർഡിനേഷൻ പ്രോസസ്സ് ഒരിക്കലും ഒരു ബെനിഫിറ്റ് ഓർഗനൈസേഷന് കൊണ്ടുതരത്തില്ല. ദിസ് ഇസ് ദ സെക്കൻഡ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഏർലി ബിഗിനിങ്. സോ കോർഡിനേഷൻ ഷുഡ് സ്റ്റാർട്ട് അറ്റ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ദ പ്ലാനിങ് ഓർ ഏർലി സ്റ്റേജസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഇറ്റ്സെൽഫ്, ലൈക്ക് ദ പ്ലാനിങ്, ഓർഗനൈസിങ് എക്സെട്ര. അതർവൈസ് ദ റിസൾട്ട്സ് വിൽ ബി ഡിസാസ്ട്രസ്. The third one is the principle of reciprocal relationship. That is, all the factors in a situation are reciprocally related. The work of one person is dependent on the work of other person, who in turn may be dependent on other person. For instance, A works with B and he in turn works with C and D. The relationship of all the four will be reciprocal. In the absence of coordination among them, the work of everyone will suffer. Similarly, other factors like the materials, finance, sales, production will be dependent upon one another. While members in an organization realize that all factors are reciprocally related, then coordination becomes easy. ഇവിടെ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിൽ പറയുന്ന കാരണം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടില്ല, എ വർക്ക്സ് വിത്ത് ബി. പക്ഷേ ബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ബി വർക്ക് ചെയ്യേണ്ടത് സിയുടെയും ഡിയുടെ കൂടെയാണ്. അപ്പം എ ബിയുമായിട്ട് എത്ര കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നു അതായിരിക്കും ബി സിയും ഡിയുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ സിയും ഡിയുമായിട്ടുള്ള വർക്ക് ബിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു റിലേഷൻഷിപ്പ് ആവശ്യമുണ്ട് ഇൻ കേസ് ഓഫ് എ കോർഡിനേഷൻ. അതാണ് ഇവിടെ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. നമ്മൾ റെസിപ്രോക്കൽ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം, ഒന്ന് അങ്ങോട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ടും ഉണ്ടാവണം, എന്നാൽ മാത്രമേ പ്രോപ്പറായിട്ട് പോകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ വേറെ എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് HR ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ഷൻ വേണം, അതുപോലെ തിരിച്ചും വേണം. HR ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വേണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ആവശ്യമുണ്ട്.
ഇപ്പോൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കലാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻ ആക്ടിവിറ്റി. അവരുടെ ടാർജറ്റ് മീറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് ചെയ്യുക. എന്നിട്ട് ആ പ്രൊഡക്ട്സ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ അവർ സെല്ല് ചെയ്യണം അല്ലേ. അപ്പോൾ അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രൊഡക്ട്സ് സെല്ല് ചെയ്യണമെങ്കിൽ ദാറ്റ് ഗുഡ്സ് ആർ ടു ബി പ്രൊഡ്യൂസ് ബൈ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി കോർഡിനേഷൻ പ്രോപ്പർ ആവത്തുള്ളൂ. ദാറ്റ് ഈസ് എ third principle. And the fourth one is the principle of continuity. That is, as the fourth principle of coordination, Mary Parker Fuller states that coordination is a continuing process and something which must go on all the time. It is a managerial process that is exercised every time so that the working is smooth and uninterrupted. നമ്മൾ ഒരിക്കലും വർക്ക് നിന്ന് പോകരുത് അല്ലേ. വർക്ക് നിന്ന് പോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ നിൽക്കുമ്പോൾ മാൻ അവേഴ്സ് വേസ്റ്റാണ്. അത്രയും നേരം വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അന്ന് വന്നിരിക്കുന്ന ജോലിക്കാരുടെയോ സാലറി തന്നെ വേസ്റ്റാണ്, വേജസ് തന്നെ വേസ്റ്റ് ആയിരിക്കും. സോ ഓൾവേസ് ദ പ്രൊഡക്ഷൻ ഷുഡ് കണ്ടിന്യൂ. ദാറ്റ് ഈസ് ദർ ഷുഡ് ബി നോ സ്റ്റോപ്പേജ് ഇൻ ദ പ്രൊഡക്ഷൻ. കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. കോർഡിനേഷൻ എപ്പോഴും ഒരേപോലെ മുന്നോട്ട് പോയാൽ മാത്രമേ ദർ വിൽ ബി പ്രോപ്പർ സക്സസ് ഓഫ് ദി ഓപ്പറേഷൻസ്. എല്ലാ ഓപ്പറേഷൻസ് ക്ലീൻ ആയിട്ട് പോകത്തുള്ളൂ. സോ ദാറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ 4 പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോൺട്രാക്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഏർലി ബിഗിനിങ്, പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കോർഡിനേഷൻ എഫക്റ്റീവ് ആവത്തുള്ളൂ. ഏർലി തന്നെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് പ്രോസസ്സിൽ തന്നെ നമ്മൾ കോർഡിനേഷൻ കൊണ്ടുവരണം. പിന്നെ റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിൽ. ആവശ്യത്തിന് മാത്രമല്ല, എല്ലാ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹെൽപ്പായിട്ട് പോയാൽ മാത്രമേ കോർഡിനേഷൻ പ്രോപ്പർ ആവുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ദർ ഷുഡ് ബി എ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് വരുമ്പോൾ മാത്രമല്ല വേണ്ടത് അല്ലേ. ഫുൾ ഓൺ ഇൻ ദ ഓപ്പറേഷൻസ്, എല്ലാ ഓപ്പറേഷൻസിൻ്റെ ഇടയിലും സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ വേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ദിസ് coordination, that is the continuity. So these are the major 4 principles that should be followed in coordination. Next we want to study what are the types of coordination. നമ്മൾ പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്തു. ഇനി ടൈപ്സ്, എന്തെല്ലാം രീതിയിലുള്ള കോർഡിനേഷൻ ആണ് ഓരോ ഓർഗനൈസേഷനും ആവശ്യമുള്ളത്. ഇന്റേണൽ കോർഡിനേഷനും വേണം, എക്സ്റ്റേണൽ കോർഡിനേഷനും വേണം. So internal coordination, from the word itself we can know that it is within the business unit or within the management. Then external coordination is which is outside the management. So there are 2 types of coordination required in an organization, that is internal as well as external coordination. So what is internal coordination? It refers to the coordination of activities of different segments of the organization. Within the organization, within the departments, within the divisions, within the branches, within the managers, what all kind of coordination we can reach, that is called internal coordination. That it is the establishment of relationship with a view to coordinate the activities of all the departments, all the divisions, subdivisions, branches, managers, executives, supervisors and workers. എല്ലാ ലെവൽസും അല്ലേ, ഒരു ഓർഗനൈസേഷനുള്ളിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം തമ്മിലുള്ള കോർഡിനേഷൻ, അതിനെയാണ് നമ്മൾ ഇന്റേണൽ കോർഡിനേഷൻ എന്ന് പറയാം. സോ അതിനെ തന്നെ നമുക്ക് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ദ 2 കാറ്റഗറീസ് ഓഫ് ഇന്റേണൽ കോർഡിനേഷൻ ആർ വെർട്ടിക്കൽ കോർഡിനേഷൻ ആൻഡ് ഹൊറിസോണ്ടൽ കോർഡിനേഷൻ. വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. So vertical coordination is a type of coordination between the superior and the subordinate authority. ഒരു സുപ്പീരിയറിന് അവരുടെ സബോർഡിനേറ്റ് ആയിട്ടുണ്ടാവുന്ന ഒരു റിലേഷൻഷിപ്പ്, അതാണ് വെർട്ടിക്കൽ കോർഡിനേഷൻ. ഒരു കോർഡിനേഷൻ ഉണ്ടാണ് അല്ലേ. ഇപ്പോൾ സുപ്പീരിയർ പറയുന്ന ഒരു കാര്യം സബോർഡിനേറ്റ് ചെയ്യണം, സബോർഡിനേറ്റിന് എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യം സുപ്പീരിയർ മനസ്സിലാക്കണം. അപ്പോൾ അവർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അത് പ്രോപ്പർ ആവുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇന്റേണലിലെ വെർട്ടിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. For example, production manager coordinates activities of production supervisor. Similarly, production supervisor coordinates his activities with that of production manager. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും പ്രൊഡക്ഷൻ മാനേജറും പ്രൊഡക്ഷൻ സൂപ്പർവൈസറും തമ്മിൽ. ഇതൊരു വെർട്ടിക്കൽ കോർഡിനേഷനാണ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇന്റേണൽ കോർഡിനേഷൻ ആണ് ഹൊറിസോണ്ടൽ കോർഡിനേഷൻ. So horizontal coordination refers to the coordination of activities between the authorities and the employees of the same status. ഒരേ സ്റ്റാറ്റസിലുള്ള അതോറിറ്റീസ് തമ്മിൽ അല്ലെങ്കിൽ ഒരേ സ്റ്റാറ്റസിലുള്ള എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇപ്പോൾ പല പല മാനേജേഴ്സ് തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാവും, പല പല വർക്കേഴ്സ് തമ്മിലുള്ള കോർഡിനേഷൻ. അവരപ്പോൾ ഒരേ സ്റ്റാറ്റസിൽ കിടക്കുന്ന അതോറിറ്റീസാണ് അല്ലെങ്കിൽ എംപ്ലോയീസാണ്, അവർ തമ്മിലുള്ള കോർഡിനേഷനാണ് ഹൊറിസോണ്ടൽ കോർഡിനേഷൻ എന്ന് പറയാം. ഈ കോർഡിനേഷൻ ഇസ് നീഡഡ് അമംഗ് ദ ഹെഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, സൂപ്പർവൈസേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫോർമെൻ ഓഫ് ഡിഫറെൻറ്റ് വർക്ക്ഷോപ്പ്, വർക്കേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് വർക്ക്ഷോപ്പ് എക്സെട്ര.
ഓക്കെ, സോ ഇന്റേണൽ കോർഡിനേഷൻ തന്നെ വെർട്ടിക്കൽ കോർഡിനേഷനും ഉണ്ട്, ഹൊറിസോണ്ടൽ കോർഡിനേഷനും ഉണ്ട്. വെർട്ടിക്കൽ കോർഡിനേഷൻ മീൻസ് എ കോർഡിനേഷൻ ബിറ്റ്വീൻ സുപ്പീരിയർ ആൻഡ് സബോർഡിനേറ്റ്, വൈൽ ഹൊറിസോണ്ടൽ കോർഡിനേഷൻ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയസ് ലെവൽസ്, സെയിം സ്ട്രാറ്റയിലുള്ളത്, സെയിം സ്ട്രാറ്റ ഷെയർ ചെയ്യുന്ന ഒഫീഷ്യൽസ് ഓർ വർക്കേഴ്സ് തമ്മിലുള്ള കോർഡിനേഷൻ between, for example, the managers of the different departments, the supervisors of the different departments, etc. This is the internal coordination. Types of coordination, internal coordination. ഇതേപോലെ അത് വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ലേ. അപ്പോൾ ഇതേപോലെ തന്നെ ഔട്ട്സൈഡ് ഓർഗനൈസേഷനുമായിട്ട് നമുക്ക് വേണ്ട റിലേഷൻഷിപ്പ് ആൻഡ് കോർഡിനേഷൻ ഉണ്ട്. അതിനെയാണ് എക്സ്റ്റേണൽ കോർഡിനേഷൻ എന്ന് പറയാം. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ഓൾ ദോസ് ഹു ആർ നോട്ട് എ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഹെൻസ് നോട്ട് കണക്റ്റഡ് വിത്ത് ഈച്ച് അതർ. ഒരു ബന്ധവുമില്ല, നോർമലി പ്യുവർ ബന്ധമൊന്നുമില്ല, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന കുറേ ഒഫീഷ്യൽസ് ഉണ്ടാവും നമ്മുടെ ഔട്ട്സൈഡ് വേൾഡുമായിട്ട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനുമായിട്ട്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കോർഡിനേഷനെയാണ് നമ്മൾ എക്സ്റ്റേണൽ കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ഓർഗനൈസേഷനാണ്, നമ്മളൊരു ഇൻഡസ്ട്രിയാണ്, ഡൈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. അപ്പം നമ്മളുടെ ഉള്ളിൽ തന്നെ മാനേജേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള കോർഡിനേഷൻസിനെ നമ്മൾ ഇൻറ്റേർണൽ കോർഡിനേഷൻ എന്ന് പറയുന്നു. എന്നാൽ പുറത്തുള്ള ഒരു ഗവൺമെൻറ് അതോറിറ്റി ആയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്നാൽ അവർ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഭാഗമാണോ? അല്ല. ദേ ആർ ഔട്ട്സൈഡ് അവർ ഓർഗനൈസേഷൻ ബട്ട് ദേ ഹാവ് റോൾ ഇൻ അവർ ഓർഗനൈസേഷൻ. ചെറിയ ചെറിയ റോൾസ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ഒരു ഔട്ട്സൈഡ് അതോറിറ്റി ആയിട്ടുണ്ടാകുന്ന ഒരു കോർഡിനേഷനെ നമുക്ക് എക്സ്റ്റേണൽ കോർഡിനേഷനായിട്ട് പറയും. അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ളത്, കസ്റ്റമേഴ്സ് ഓർഗനൈസേഷനുള്ളിലുള്ളവരല്ല, പുറത്തുള്ളവരാണ്, പക്ഷെ നമുക്ക് അവരുമായിട്ട് ബന്ധമുള്ളൂ. അങ്ങനെയുള്ളത് എക്സ്റ്റേണൽ കോർഡിനേഷനാണ്. സോ ദ ഔട്ട്സൈഡേഴ്സ് റിക്വയറിംഗ് ദ എക്സ്റ്റേണൽ കോർഡിനേഷൻ ആർ ദ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, വേരിയസ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ദെൻ ടെക്നിക്കൽ ഏജൻസീസിനെ പറയാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ എക്സെട്ര. ഒരു 2-3 എക്സാമ്പിൾസ് വരിക. കസ്റ്റമർ, ഗവൺമെൻറ്, then suppliers, competitors, technological agencies, etc. Okay, so this is the second type of coordination, that is external coordination. അപ്പോൾ ടൈപ്സ് ഓഫ് കോർഡിനേഷനിൽ തന്നെ 2 ടൈപ്പ് ഓഫ് കോർഡിനേഷൻ ഉണ്ട്, internal as well as external. Internal തന്നെ vertical and horizontal and external. Then coordination with outsiders is assigned to some officer. ഈ എക്സ്റ്റേണൽ കോർഡിനേഷനിൽ തന്നെ ചിലപ്പോൾ നമ്മുടെ ഡ്യൂട്ടീസ് എല്ലാം അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേഷൻ കാര്യങ്ങളെല്ലാം പുറത്തൊരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. ഓക്കെ, അതിനെ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നാണ്, PRO എന്ന് പറയും, പബ്ലിക് റിലേഷൻ ഓഫീസർ. ഇപ്പം നമ്മളൊരു ഡൈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ എക്സാമ്പിൾ പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ടൊരു എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോർഡിനേഷൻ ആവശ്യമുണ്ട്. എന്നാൽ നമ്മുടെ ഡൈ യൂണിറ്റിൽ ആരാണ് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടത്? that person within the organization is called public relation officer. Public relation officer ആണ് കസ്റ്റമർ ആയിട്ടും സപ്ലയർ ആയിട്ടും അതേപോലെ ഗവൺമെൻറ് ആയിട്ടും ടെക്നിക്കൽ അതോറിറ്റീസ് ആയിട്ടും ജനറൽ പബ്ലിക്കുമായിട്ടും ഒക്കെ കോർഡിനേഷൻ വെക്കേണ്ട ഒരാൾ. സോ ഹി ഈസ് കോൾഡ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് കോർഡിനേഷൻസ്. ടൈപ്സ് ഓഫ് കോർഡിനേഷൻസിലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് internal coordination, then the external coordination, and internal coordination തന്നെ vertical and horizontal coordination. So next we want to study what are the needs or importance of coordination. കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ നീഡ്സ് എന്താണ്? So the first one is good personal relations. First need or important of coordination is good personal relationship. നല്ല രീതിയിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമായിരിക്കും കോർഡിനേഷൻ പ്രോപ്പർ ആവുന്നത്. പക്ഷേ കോർഡിനേഷനുള്ള ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പബ്ലിക് റിലേഷൻ ഓഫീസർ ഗവൺമെൻറ്റുമായിട്ടും കസ്റ്റമേഴ്സുമായിട്ടും റിലേഷൻഷിപ്പ് വെക്കുന്നു. ഇഫ് ദേ ആർ മെയിൻറ്റെയിനിങ് എ ഗുഡ് ഹാർമണി വിത്ത് ദം വി ക്യാൻ ഡെവലപ്പ് ഗുഡ് റിലേഷൻഷിപ്പ്. നല്ലൊരു ബന്ധം അവരുമായിട്ട് വെക്കാം. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് സോൾവ് ചെയ്യാനും എല്ലാം നമുക്ക് സാധ്യമാകും. അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസായിട്ട് നമുക്ക് എക്സ്റ്റേണൽ കോർഡിനേഷൻ ഉണ്ടാവും. സോ ദേ വോണ്ട് ഇൻഡൾജ് ഇൻ അവർ ആക്ടിവിറ്റീസ്. നമ്മുടെ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് അവർ ഇൻഡൾജ് ചെയ്യാതിരിക്കും. അങ്ങനെയുള്ള പല ഗുണങ്ങളും ഗുഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ദിസ് കോർഡിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ കോർഡിനേഷൻ ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് ഗുഡ് പേഴ്സണൽ റിലേഷൻസ്. So management can create cordial human relations through coordination. The points of disputes or conflicts among the different persons between the line and staff etc. can be settled by mutual discussions.
എന്തെങ്കിലും രീതിയിൽ ഡിസ്പ്യൂട്ട്സുകളുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ട് തമ്മിൽ, പല ആൾക്കാർ തമ്മിൽ, അല്ലെങ്കിൽ പല ലൈൻ ആൻഡ് സ്റ്റാഫ് എംപ്ലോയീസ്. നമ്മൾ ലൈൻ ആൻഡ് സ്റ്റാഫൊക്കെ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈൻ ഓർഗനൈസേഷൻ, സ്റ്റാഫ് ഓർഗനൈസേഷൻ, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, ഇതെല്ലാം നമ്മൾ നേരത്തെ ലെക്ചേഴ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തമ്മിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്ട്സുകളുണ്ടെങ്കിൽ അതെല്ലാം കുറയ്ക്കാൻ നമുക്ക് കോർഡിനേഷനിലൂടെ പറ്റും. ഇപ്പോൾ ഒരു പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ മാനേജ്മെൻറ്റും അല്ലെങ്കിൽ എല്ലാ മാനേജേഴ്സും നമ്മൾ നല്ല കോർഡിനേറ്റ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റുകളും ഡിസ്പ്യൂട്ട്സുകളും ഓട്ടോമാറ്റിക്കലി റിസോൾവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എംപ്ലോയീസിന് കൂടുതൽ ഒരു മൊറയിലുണ്ടാവും, വർക്ക് ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി ജോബ് സാറ്റിസ്ഫാക്ഷൻ വരെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. സോ ദിസ് ഇസ് the first importance of having coordination between the various departments. Second one is the unity of direction. That is, coordination helps in creating unity of direction. Different segments of the business can set different goals. ഇപ്പോൾ പല സെഗ്മെൻറ്റ്സും പല പല ഗോൾസ് ഒക്കെ ആയിരിക്കും സെറ്റ് ചെയ്യുന്നത്. പക്ഷേ കോർഡിനേഷനിലൂടെ എന്ത് പറ്റും? ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ എംപ്ലോയീസിനെ ഒരേ രീതിയിലാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള ഈക്വൽ രീതിയിലുള്ള മോട്ടിവേഷൻസ് ആയിരിക്കും എംപ്ലോയീസിന് കിട്ടുന്നത്. അപ്പോൾ ഒരു യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ഉണ്ടാവും. ഒരേ രീതിയിൽ എല്ലാവരും എങ്ങനെയാണ് ആക്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു കമാൻഡ് ഉണ്ടാവും. Okay, so that is the second importance of having coordination, and it will ക്രിയേറ്റ് കൺഫ്യൂഷൻ. ചിലപ്പോൾ പല പല രീതിയിലാണ് ഓരോരുത്തർ പറയുന്നത്. ഇപ്പോൾ കോർഡിനേഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും പല പല രീതിയിലുള്ള ഡയറക്ഷൻസ് ആയിരിക്കും അവരുടെ ജൂനിയേഴ്സിന് കൊടുക്കുന്നത്, മാനേജേഴ്സ്. ഇൻ ദാറ്റ് കേസ് വാട്ട് ഹാപ്പൻസ്, ദർ വിൽ ബി ഫുൾ ഓഫ് കൺഫ്യൂഷൻ. ഫുൾ കൺഫ്യൂഷനും ചാവ്സും ആയിരിക്കും ഓർഗനൈസേഷനിൽ. അപ്പം ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് എല്ലാം റിസോൾവ് ചെയ്ത് റീകൺസിലിയേറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹാവിങ് കോർഡിനേഷൻ. തേർഡ് വൺ ഇസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് കോർഡിനേഷൻ ആവുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. 3 പോയിൻറ്റ്സ് പറഞ്ഞു. കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ഫങ്ഷൻസിലും, എല്ലാ മാനേജ്മെൻറ്റ് ഫങ്ഷൻസിലും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞെന്താ, എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പ് ലെവലും മിഡിൽ ലെവലിലും ലോവർ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും കോർഡിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സെയിം തിങ് ഇസ് ഡിസ്കസ് ഇൻ ദിസ് എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. സോ ദ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ഓർഗനൈസേഷൻ ഹാസ് സ്പ്രെഡ് അബൌട്ട് മെനി കോംപ്ലക്സിറ്റീസ്. കൂടുതൽ ഓർഗനൈസേഷൻ വരുന്നു, അല്ലെങ്കിൽ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ടായിരിക്കും. പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തിരിയുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരിക്കും ഫേസ് ചെയ്യുന്നത്. സ്പെഷ്യലൈസേഷൻ അനുസരിച്ചായിരിക്കും അവർ മാറുന്നത്. പക്ഷേ ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി ട്രേറ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരും. പക്ഷേ ഒരു പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസും എങ്ങനെ വർക്ക് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് ഓർഗനൈസേഷനിൽ, അങ്ങനെയുള്ള ഫുൾ ഐഡിയ നമ്മുടെ മാനേജ്മെൻറ്റിന് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിന് മനസ്സിലാവും. സോ ദിസ് ഈസ് വെരി എസെൻഷ്യൽ. കോർഡിനേഷൻ ഇസ് വെരി എസെൻഷ്യൽ ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ടു ബി ദ എസെൻസ് of management. Fourth one is the efficiency and economy. That is, coordination promotes the efficiency and economy in the organization. By coordinating the activities, the efficiency is brought in the working. It also helps in avoiding the delays and eliminating the duplication of efforts. കോർഡിനേഷൻ ഉള്ളപ്പോൾ ആര് എന്ത് വർക്ക് ചെയ്യണമെന്നുള്ള ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കും. ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ഈ വർക്ക് ജോബ് റോൾ കോൺഫ്ലിക്ട്സ് എന്ന് പറയും. റോൾ കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ ആരാണ് ഈ വർക്ക് ചെയ്യേണ്ടത്, ആരിലേക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇൻ കേസ് ഇഫ് വി ആർ ഹാവിങ് എ പ്രോപ്പർ കോർഡിനേഷൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ആൻഡ് ദ എഫിഷ്യൻസി വിൽ ബി ഹയർ. നമുക്ക് ഇൻക്രീസ് ചെയ്യാം എഫിഷ്യൻസി, എക്കോണമിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകും. സോ ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ. And the last importance is helpful in developing and retaining the personnel. ഒരു നല്ല കോർഡിനേഷൻ ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ എപ്പോഴും ആ ഓർഗനൈസേഷനിൽ തന്നെ നിൽക്കാനായിരിക്കും താല്പര്യം. അവർക്ക് ആ ഓർഗനൈസേഷൻ വിട്ടു പോകാനൊന്നും തോന്നത്തില്ല. ബിക്കോസ് ദേ വിൽ ബി ഹാവിങ് പ്രോപ്പർ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഓൾസോ എ ഹാർമണി വിത്തിൻ ദ എംപ്ലോയീസ് തമ്മിൽ പതുക്കെ കൂട്ടായി തുടങ്ങും. അവർക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് എല്ലാം ബിൽഡ് ചെയ്യാൻ തുടങ്ങും. അവർക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവില്ല. So everybody will try to improve their performance by remaining in the same institution or in the same corporation. So it helps, the coordination helps in retaining the employees also. So these are the major importance of coordination within the organization. That is, good personal relation, unity of direction, essence of management, efficiency and economy, and last one, for developing and retaining the personnel within the organization. So these are the major importance of coordination. So we have discussed first what are the principles of coordination. എന്തെല്ലാം പ്രിൻസിപ്പിൾസ് ആയിരുന്നു? പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് കോണ്ടാക്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഏർലി ബിഗിനിങ്, പ്രിൻസിപ്പിൾ ഓഫ് റെസിപ്രോക്കൽ റിലേഷൻ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി,
Then the types of coordination. Coordination the types internal as well as external we have discussed. In the internal, the vertical and horizontal coordination, and in the external we have seen the public relation officer who will do the external coordination activities with the government, with the suppliers, with the customers, etc. Then we have discussed what are the major needs and importance of coordination within the organization. That is good personal relation, unity of direction, essence of management, efficiency and economy, helpful in developing and retaining the personnel within the organization. Okay.